മഹാഭാരത കഥയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് വൈശാമ്പനേയൻ പാണ്ഡവ വംശത്തിൻ്റെ ചരിത്രം പറയുന്നിടത്താണ്. നമ്മളിന്ന് ആ കഥയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പലർക്കും പാണ്ഡവ വംശത്തിൻ്റെ ചരിത്രം പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭീഷ്മരുടെ അച്ഛനായ ശന്തനു മഹാരാജാവിനും അപ്പുറമുള്ള ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. എന്നാൽ ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണ് പോകുന്നത്. വംശങ്ങൾക്കും അപ്പുറം എവിടെയാണ് പാണ്ഡവവംശത്തിൻ്റെ തുടക്കം എന്നുള്ള കഥയിലേക്ക്. അപ്പോൾ എന്തായാലും കഥ നമുക്ക് തുടങ്ങാം. ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതിക്ക് 60 പെൺമക്കളുണ്ടായിരുന്നു. അതിൽ 12 പേരെ അദ്ദേഹം കശ്യപ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. കശ്യപ മഹർഷിയുടെ കാര്യം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നാഗങ്ങളും ഗരുഡങ്ങളും ആദിതിയും കദ്രുവുമൊക്കെയുള്ള വിനിതയും കദ്രുവുമൊക്കെയുള്ള കശ്യപ മഹർഷിയുടെ ഭാര്യയായ ആദിതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായ മകനാണ് സൂര്യൻ അല്ലെങ്കിൽ സൂര്യഭഗവാൻ. ആദിതിയുടെ മകനായതുകൊണ്ടാണ് സൂര്യൻ ആദിത്യൻ എന്ന പേര് വന്നത്. സൂര്യൻ്റെ മകനായിട്ട് മനു ജനിക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ മനുഷ്യരുടെ ആദി പിതാവ് എന്നറിയപ്പെടുന്നത് ഈ മനുവാണ്. മനുവിന് ഒരു മകൻ ജനിക്കുന്നു. ഇളൻ എന്നാണ് മകൻ്റെ പേര്. കാലക്രമേണ ഇളൻ ഇളയായി ഒരു ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു. ഈ ഇള പിന്നീട് ചന്ദ്രപുത്രനായ ബുധനെ വിവാഹം ചെയ്യുന്നു. ചന്ദ്രപുത്രനായ ബുധൻ അത്രി മഹർഷിയുടെ മകനാണ് ചന്ദ്രൻ. അങ്ങനെ ബുധനും പിന്നെ ഇളയ്ക്കും കൂടെ ചേർന്നൊരു മകൻ ജനിക്കുന്നു. പുരൂരവസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചന്ദ്രവംശത്തിലെ ആദ്യത്തെ രാജാവാണ് പുരൂരവസ്. അദ്ദേഹത്തിന് 6 മക്കളാണ് ഉള്ളത്. അതിൽ ഏറ്റവും മൂത്തത് ആയുസും, രണ്ടാമത്തത് ജയനും. ഈ ജയൻ എന്ന് പറഞ്ഞ മകന് പിന്നീട് ഗാദി എന്ന് പറയുന്ന ഒരു മകനുണ്ടാകുന്നു. ഈ ഗാദിക്ക് ഉണ്ടാകുന്ന മകനാണ് വിശ്വാമിത്ര മഹർഷി. അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് സത്യവതി പിന്നീട് ജമദ്ഗനി മഹർഷിയെ വിവാഹം ചെയ്യുകയും അവർക്ക് ജനിക്കുന്ന മകനാണ് ശ്രീ പരശുരാമൻ്റെ വലിയ കഥയുണ്ട്. അത് നമുക്ക് പിന്നീടിലേക്ക് പോകാം. ഇതാണ് പരശുരാമൻ്റെ ഒരു ലീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മഹാഭാരതത്തിൽ പരശുരാമൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഥയിൽ ഇനി വരും. മകനായ ആയുസിന് ജനിക്കുന്ന രാജാവാണ് മഹാനായ നഹുഷ മഹാരാജാവ്. അദ്ദേഹം വലിയ രീതിയിൽ രാജഭരണമൊക്കെ നടത്തുന്നു. പക്ഷെ പിന്നീട് അഗസ്ത്യ മുനിയുടെ ശാപം കാരണം അദ്ദേഹം ഒരു പെരുമ്പാമ്പായി മാറിപ്പോകുന്നു. പിന്നീട് നഹുഷന് ജനിക്കുന്ന മകനാണ് യായാതി വിവാഹം ചെയ്യുന്നത് അസുരഗുരുവായ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയെയും അസുര ചക്രവർത്തിയായ വൃക്ഷപ്രഭാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയുമാണ്. യായാതിക്ക് ദേവയാനിയിൽ യദു എന്നും തുർവസുമെന്നും പേരുള്ള 2 മക്കൾ ജനിക്കുന്നു. ഈ യദുവിൽ നിന്നാണ് പിന്നീട് യാദവ വംശം ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണൻ വരുന്ന യാദവ വംശം. ശർമ്മിഷ്ഠയിൽ അദ്ദേഹത്തിന് 3 മക്കളുണ്ടാകുന്നു. ദ്രുഹു, അനുദ്രുഹു, പുരു. ഈ യദുവിന് പിന്നീട് രാജാവിൻ്റെ ശാപം കാരണം രാജഭരണമൊന്നും കിട്ടുന്നില്ല. പുരുവാണ് രാജഭരണ യായാതിക്ക് ശേഷം എടുക്കുന്നത്. പിന്നീട് ഒരുപാട് സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നു. അവരുടെ പുരുവിന് ശേഷമുള്ള 17ാമത്തെ തലമുറയിൽ ദുഷ്യന്തൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടാവും. നമ്മൾ കഥകളിലും കാളിദാസ കവിതകളിലും ഒക്കെ കേട്ടിട്ടുള്ള ദുഷ്യന്തൻ തന്നെയാണത്. ആ ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം ചെയ്യുന്നു. അവർക്ക് ഭരതൻ എന്നുള്ള പേര് കിട്ടുന്നു. അങ്ങനെ ഭരതനിൽ നിന്നാണ് ഭാരതഖണ്ഡത്തിന് ഭാരതം എന്ന പേര്, ഭരതൻ്റെ നാടായ ഭാരതം എന്നുള്ള പേര് കിട്ടുന്നു. പിന്നീട് ഭരതന് അഭിമന്യു എന്ന് പേരുള്ള ഒരു മകനുണ്ടാവും. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു പിന്നീടാണ് വരുന്നത്. അതിന് മുമ്പ് വരുന്ന അഭിമന്യുവാണ്. അഭിമന്യുവിന് സുഹോത്രൻ എന്ന് പേരുള്ള ഒരു മകനുണ്ടാകുന്നു. സുഹോത്രന് ഹസ്തി എന്ന് പേരുള്ള മകനുണ്ടാകും. ഈ ഹസ്തി ആ രാജാവാണ് ഹസ്തിനപുരം എന്ന് പറയുന്ന നഗരം കെട്ടിപ്പടുക്കുന്നതും സൃഷ്ടിക്കുന്നതുമല്ല. അതുകൊണ്ടാണ് അതിന് ഹസ്തിയുടെ പുരം ഹസ്തിനപുരം എന്നുള്ള പേര് വന്നത്. മഹാഭാരതത്തിൽ ഉടനീളം നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണത്. പിന്നീട് ഒരുപാട് രാജാക്കൾ വന്ന് പോവുകയുണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ സന്തതി പരമ്പരയിൽ പല രാജവംശങ്ങളുണ്ടായി. അതിൽ വന്ന ഒരു രാജാവിൻ്റെ പേര് സംവരണൻ എന്നായിരുന്നു. അദ്ദേഹം സൂര്യപുത്രയായ തപതിയെ വിവാഹം ചെയ്യുന്നു. തപതിയിലും സംവരണനും ചേർന്ന് 2 മക്കളുണ്ടാവും. ഒന്ന് കുരു, ഒന്ന് രന്തി. അങ്ങനെ ഈ കുരു എന്ന് രന്തി എന്ന് പറയുന്ന 2 മക്കൾ, കുരുവാണ് ശരിക്കും കുരുക്ഷേത്രം എന്ന് പറയുന്ന പട്ടണം കെട്ടിപ്പടുക്കുന്നതും സൃഷ്ടിക്കുന്നതുമല്ല. ഈ കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ തുടക്കം ഈ കുരു എന്ന് പറയുന്ന രാജാവിലേക്കാണ്. കുരു പിന്നീട് ശുഭാംഗി എന്ന് പറയുന്ന ഒരു രാജ്ഞിയെ, ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. അവർ രാജ്ഞി ആവുന്നു. പിന്നീട് ആ വംശത്തിൽ ജനിച്ചവരെ എല്ലാവരുടെയും പേര് അല്ലെങ്കിൽ അവരുടെ ആ രാജവംശം കൗരവന്മാർ എന്നറിയപ്പെടുന്നു. കൗരവന്മാർ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആ കുരുവിന് ശേഷം 4ാമനായി പ്രദീപൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടാകുന്നു. പ്രദീപൻ വലിയ ചക്രവർത്തിയായിരുന്ന ശിബി ചക്രവർത്തിയുടെ മകളായ സുനന്ദയെ വിവാഹം ചെയ്യുന്നു.
അങ്ങനെ സുനന്ദയെ വിവാഹം ചെയ്യുന്ന പിന്നെ പ്രദീപന് 3 മക്കൾ ഉണ്ടാകുന്നു. ഏറ്റവും മൂത്ത ആളുടെ പേരാണ് ദേവവാപി. അദ്ദേഹം വളരെ ബാല്യകാലത്തിൽ തന്നെ കാട്ടിൽ സന്യാസത്തിന് വേണ്ടി പോവുകയുണ്ടായി. രണ്ടാമത്തെ ആളുടെ പേരാണ് ശന്തനു മഹാരാജാവ്. ഒരുപക്ഷെ ആ പേര് നമുക്കെല്ലാം വളരെ ഫെമിലിയറായ പരിചിതമായ പേരായിരിക്കും. ശന്തനു മഹാരാജാവാണ് പിന്നീട് പിന്നെ രാജഭരണം ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മവല്ലഭ ഗംഗാദേവിയായിരുന്നു. അപ്പോൾ ഗംഗാദേവി ശന്തനു മഹാരാജാവും തമ്മിലൊരു ഒരു കഥ തന്നെയുണ്ട്. വളരെ ഷോർട്ടായി നമുക്ക് പെട്ടെന്ന് പറയാം. അതായത് ഗംഗാദേവി കാട്ടിൽ വെച്ചാണ് ശന്തനു മഹാരാജാവ് കാണുന്നത്. അദ്ദേഹം വിവാഹം ചെയ്യാനുള്ള അഭ്യർത്ഥന നടത്തുന്നു. ഗംഗാദേവി അത് സമ്മതിക്കുന്നു. ഗംഗാദേവി ആണെന്ന് ശന്തനു മഹാരാജാവിന് അറിയത്തില്ല. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ വയ്ക്കുന്നു, ഞാൻ എന്ത് ചെയ്താലും നീ തിരിച്ചൊന്നും ചോദിക്കാനോ പറയാനോ പാടില്ല, ചെയ്യുന്നത് അതുപോലെ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഗംഗാദേവിയിൽ ശന്തനു മഹാരാജന് ഓരോ കുഞ്ഞു മക്കളായിട്ട് ജനിക്കുന്നു. അപ്പോൾ ഓരോ കുഞ്ഞു മക്കൾ ജനിക്കുമ്പോഴും ഗംഗാദേവി അവരെ കൊണ്ടുവന്ന് ഈ നദിയിൽ ഒഴുക്കി വിടുന്നുണ്ട്. അങ്ങനെ 7 പേരെയും ഒഴുക്കി വിടും. 8ാമത് ഉള്ള ആൾ ജനിക്കുമ്പോൾ ശന്തനു മഹാരാജാവിന് സഹിക്കാൻ പറ്റില്ല. കാരണം 7 പേരാജും അദ്ദേഹം ചോദിച്ചൊന്നുമില്ല. അദ്ദേഹം സഹിക്കാൻ പറ്റാതെ അദ്ദേഹം പോയി ചോദിക്കും, എന്തിനാണ് നീ ഇങ്ങനെ ഒഴുക്കി വിടുന്നതെന്ന്. അങ്ങനെ ആദ്യമായിട്ട് തൻ്റെ ഒരു ആക്ടിനെതിരെ രാജാവ് ചോദ്യം ചെയ്തുകൊണ്ട് ഗംഗാദേവി രാജാവിനെ വിട്ടു പോകുന്നു. ശരിക്കും ആ 8 പേര് അഷ്ടവസുക്കളാണ്. അവർ ശാപം കിട്ടിയത് കൊണ്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത്. അതിൽ ഒരാൾക്ക് പിന്നെ നീണ്ട കാലം ഭൂമിയിൽ ചിലവഴിക്കേണ്ടി വരുന്നു. അത് എൻ്റെർലി ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. എന്നാലും ആ ഒരാളാണ് പിന്നീട് ഗംഗാദത്തൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ശന്തനു മഹാരാജാവിൻ്റെ നെക്സ്റ്റ് കിന്നായിട്ട്, നെക്സ്റ്റ് രാജഭരണം എടുക്കാനുള്ള ആളായിട്ട് അറിയപ്പെടുന്നത് ഗംഗാദത്തനാണ്. അങ്ങനെ ഗംഗാദത്തൻ രാജഭരണം ഏറ്റെടുക്കാനായിട്ട് എല്ലാം പഠിക്കുന്നു. ഭയങ്കര ഒരു ആൾക്കാർക്കെല്ലാം ഗംഗാദത്തന് ഭയങ്കര കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ശന്തനു മഹാരാജാവ് ഒരു ദിവസം കാട്ടിൽ പോകുമ്പോൾ അവിടെ സത്യവതി എന്നു പേരുള്ള ഒരു സ്ത്രീയെ കാണുന്നു. ഒരു മീൻ നിൽക്കുന്ന സ്ത്രീയാണ്. രാജാവിനെ അവരെ ഇഷ്ടപ്പെടുന്നു. അവരെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ സത്യവതിയുടെ അച്ഛൻ രാജാവിൻ്റെ അടുത്തൊരു കണ്ടീഷൻ, ഈ ശന്തനു മഹാരാജാവിൻ്റെ അടുത്തൊരു കണ്ടീഷൻ വയ്ക്കുന്നു. രാജാവിന് സത്യവതിയിൽ ഉണ്ടാകുന്ന മക്കളായിരിക്കണം ഇനി പിന്നെ രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളത്. അങ്ങനെ രാജാവ് ഒരു ഡിസിഷനും എടുക്കാതെ തിരിച്ചു വരുന്നു. അദ്ദേഹം കൊട്ടാരത്തിലെത്തുന്നു. ആകെ വിഷണ്ണനായിരിക്കുന്നു. തൻ്റെ അച്ഛൻ്റെ സങ്കടം കാണുന്ന, വിഷമം കാണുന്ന ഗംഗാദത്തൻ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുന്നു. അദ്ദേഹം നേരെ ഈ സത്യവതിയുടെ വീട്ടിലെത്തും. സത്യവതിയോട് എന്താണ് സംഭവം എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് ഗംഗാദത്തൻ അവിടെ വെച്ച് പ്രതിജ്ഞ എടുക്കുന്നു, ഞാനിനി നിത്യബ്രഹ്മചാരിയായിരിക്കും, ഇനി ഒരിക്കലും ഒരു കാരണവശാലും ഞാൻ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കില്ല എന്നുള്ള പ്രതിജ്ഞ അവിടെ വെച്ച് ഗംഗാദത്തൻ എടുക്കും. അതികഠിനമായ ഒരു പ്രതിജ്ഞ എടുത്തതുകൊണ്ട് ദേവകൾ പൂജരിയുന്നു. അങ്ങനെ അദ്ദേഹം ഭീഷ്മമായ പ്രതിജ്ഞ എടുത്തതുകൊണ്ട് ഭീഷ്മർ എന്ന് അറിയപ്പെടാൻ തുടങ്ങും. മഹാഭാരതത്തിലെ ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണിത്. ഞാനിവിടെ അതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ആ ഒരു പ്രതിജ്ഞ എൻ്റയർ സ്റ്റോറി ഓഫ് മഹാഭാരതത്തിനെ മാറ്റിമറിച്ചത് എന്നുള്ളത്. പിന്നീട് ഭീഷ്മർ സത്യവതിക്ക് ശന്തനു മഹാരാജിലുണ്ടാകുന്ന മകനായ വിചിത്രവീരന് വേണ്ടിയിട്ട് കാശി മഹാരാജാവിൻ്റെ മക്കളായ അംബാലിക, അംബിക ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നു. മറ്റൊരു മകനുണ്ടാകുന്ന ചിത്രാംഗതൻ, പക്ഷേ അദ്ദേഹം മരണപ്പെടുന്നു. ഇതിൽ അംബ ഭീഷ്മർക്ക് എതിരെ കൂടെ വരാൻ തയ്യാറാകാതിരിക്കുകയും കാരണം അവർക്ക് വേറൊരു ഇഷ്ടമുണ്ടായിരുന്നു, അവർ സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഭീഷ്മരെ ശപിച്ചുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത്. പിന്നീട് ഈ അംബയാണ് ശിഖണ്ഡിയായ മഹാഭാരത യുദ്ധത്തിൽ പുനർജനിക്കുന്നത്. അങ്ങനെ അംബാലിക വിചിത്രവീരനെ വിവാഹം ചെയ്യുന്നു. എന്നാൽ വിചിത്രവീരൻ മരണപ്പെടുന്നു. രാജ്യം അനാഥമാകുമെന്നോർത്ത് സത്യവതി തൻ്റെ മറ്റൊരു മകനായ വ്യാധവ്യാസനെ വിളിക്കുന്നു. അങ്ങനെ വ്യാധവ്യാസന് അംബികയിലും അംബാലികയിലും ഉണ്ടായ മക്കളാണ് ധൃതരാഷ്ട്രവും പാണ്ഡവനും. പിന്നീട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം ചെയ്യുന്നു. പാണ്ഡു വസുദേവരുടെ കൃഷ്ണൻ്റെ അച്ഛനായ വസുദേവരുടെ സഹോദരിയായ കുന്തിയെയും മാദ്രിയെയും വിവാഹം ചെയ്യുന്നു. ഈ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയിൽ ഉണ്ടാകുന്ന മക്കളാണ് കൗരവർ. പാണ്ഡുവിൻ്റെ മക്കളാണ് പിന്നെ പാണ്ഡവർ. അതിൽ ഭീമൻ, അർജുനൻ, യുധിഷ്ഠിരൻ കുന്തിയുടെ മക്കളും നകുലനും സഹദേവനും പിന്നെ മാദ്രിയുടെ മക്കൾ. ഇതിനിടയ്ക്ക് വിതുരറുണ്ട്. അത് വ്യാസൻ കൊട്ടാരത്തിൽ വരുന്ന സമയത്ത് വ്യാസൻ അവിടെയുള്ള ദാസിയിലുണ്ടായ മകനാണ് വിതുരർ. സോ ധൃതരാഷ്ട്രവും പാണ്ഡുവും വിതുരറും ശരിക്കും സഹോദരങ്ങളാണ്. പിന്നീട് പാണ്ഡവർക്ക് 13 മക്കൾ ജനിക്കുന്നു. യുദ്ധത്തിനപ്പുറം 13 പേരും മരണപ്പെടുന്നു. അഭിമന്യുവിന് ഉത്തരയിൽ ജനിക്കുന്ന മകനാണ് താങ്കളുടെ അച്ഛനായ പരീക്ഷത്ത്. അശ്വത്ഥാത്മാവിൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ നേരിടേണ്ടി വന്നതുകൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തിന് പരീക്ഷത്ത്, ഏറ്റവും വലിയ പരീക്ഷണം ജയിച്ചു വന്നയാൾ എന്ന് പറഞ്ഞിട്ട് പരീക്ഷത്ത് എന്ന പേരിടും. അങ്ങനെ വൈശാമ്പനയൻ പാണ്ഡവരുടെ വംശചരിത്രം പറഞ്ഞു നിർത്തുന്നു. കഥ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത് വ്യാധവ്യാസ ഉൽപ്പത്തിയെ പറ്റിയാണ് വൈശാമ്പനയൻ പറയാനായിട്ട് പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.